പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസായി, 30-ാം ദിവസം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 28 വരെയും 31 മുതൽ 32 വരെയുമുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നത് ഉത്തമം. യൗവനത്തിൽ മുഖം വഹിക്കുന്നത് മനുഷ്യന് നല്ലതാണ്. അവിടുന്ന് അത് അവൻ്റെ മേൽ വയ്ക്കുമ്പോൾ അവൻ ഏകനായി മൗനമായിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് എന്നേക്കുമായി ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ദൈവം നമ്മോട് കാണിക്കുന്ന സ്നേഹം അനാദികാലം മുതൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ ഉള്ളതാണ്, ഇനി എന്നും ഉണ്ടായിരിക്കുന്നതുമാണ്. അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവത്തിന് നമ്മോടുള്ള കാരുണ്യം നാം പാപിയാണെങ്കിലും നീതിമാനാണെങ്കിലും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവമാണ് അവിടുത്തെ കാരുണ്യം. അവിടുന്ന് തലമുറകളായി നമ്മളോട് കരുണ കാണിക്കുന്നു. നമ്മുടെ പാപവും പുണ്യവും അളന്ന് നോക്കിയിട്ടല്ല, മറിച്ച് അവൻ്റെ സ്വഭാവം നമ്മളോട് കാണിക്കുകയാണ്. അവൻ പ്രകൃത്യാ കാരുണ്യവാനാണ്. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ അവിടുന്ന് നമ്മോട് പറയും, നിന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പായാലും മഞ്ഞുപോലെ ഞാനത് വെളുപ്പിക്കും. മടങ്ങി വരാൻ ദൈവം എപ്പോഴും നമ്മളോട് പറയും. ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. സൂര്യൻ അസ്തമിക്കുന്നു എന്ന് നമ്മൾ സ്വാഭാവികമായും ഉപസംഹരിക്കുകയാണ്. എന്നാൽ ശാസ്ത്രസത്യങ്ങൾ നമ്മളോട് പറയുന്നു, സൂര്യന് അസ്തമനമില്ല. ഭൂമിക്ക് തൻ്റെ അച്ചുതണ്ടിൽ കറങ്ങേണ്ടതുള്ളത് കൊണ്ട് ഭൂമി കറങ്ങുമ്പോൾ സൂര്യൻ മറയ്ക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ദൈവം എപ്പോഴും കാരുണ്യവാനായി സ്നേഹിതനായി നമ്മോടൊപ്പമുണ്ട്. നാമാണ് അവനോടൊപ്പം ഇല്ലാത്തത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തമായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ചില നുകങ്ങളൊക്കെ അവൻ നമ്മുടെ മേൽ വയ്ക്കുന്നത് അവൻ്റെ കാരുണ്യത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ കാഴ്ചയ്ക്ക് മുൻപിൽ ഇല്ല എന്ന് വിചാരിച്ച് ദൈവം നമ്മുടെ പക്ഷത്തില്ല എന്ന് ഒരിക്കലും നാം കരുതരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ചില ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ദൈവം നിൽക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളെ നന്നായി കാണാം, നന്നായി അറിയാം. ദൈവത്തിന് ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കൃത്യമായി അവിടുന്ന് നമ്മളെ പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വചനം നമ്മളോട് പറയുന്നു, ചില നുകങ്ങൾ
നമ്മുടെ മേൽ വയ്ക്കുമ്പോൾ ഏകനായി മൗനമായിരുന്ന് ആ നുകത്തിൻ്റെ അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കാൻ നമുക്ക് കഴിയണം. അത് അനുഗ്രഹമായി പെയ്തിറങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദർശിക്കാനാവും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദയാനിധിയായ ദൈവമേ, അങ്ങയുടെ കരുണക്കടലിൽ എന്നെ മുക്കിയെടുക്കണമേ. അങ്ങയുടെ സ്നേഹത്തിൽ നിന്നും ഞാൻ അകന്നു പോകാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ കഷ്ടപ്പാടുകൾ അങ്ങയുടെ കരുണയുടെ ആഴം അറിയാൻ ഇടയാക്കണമേ. തലമുറ തലമുറയായി കാണിക്കുന്ന കാരുണ്യം എന്നോടും കാണിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.